ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ എൻ്റെ എപ്പീസിയ പ്ലാന്റാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. നല്ല ഭംഗിയുള്ള ഇലകളും ഭംഗിയുള്ള പൂക്കളും ഉണ്ടാകുന്ന ഈ എപ്പീസിയ പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. കൂടുതൽ ആളുകളും ഇതിനെ ഹാങ്ങിങ് ആയിട്ടാണ് വളർത്താറുള്ളത്. വളരെ ഭംഗിയുള്ള നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇത്. പൂക്കളേക്കാൾ പ്രത്യേകത ഈ ചെടിയുടെ ഇലകൾക്കാണ്. ഇലകൾ നല്ല വെൽവെറ്റ് പോലെയാണ്. ഇലകൾ ഇത്രയും മനോഹരമായതിനാൽ പൂക്കൾ ഉണ്ടാകാതെ നിൽക്കുമ്പോഴും ഈ ചെടി കാണാൻ നല്ല ഭംഗിയാണ്. വലിയ പരിചരണമൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്ന ഒരു ചെടിയാണിത്. ഇതിൻ്റെ വേരുകൾ അധികം ആഴത്തിലേക്ക് വളർന്നിറങ്ങില്ല. പടർന്നു കിടന്ന് ചട്ടി നിറഞ്ഞ് വളരുന്ന ഒരു ചെടിയാണ് ഇത്. ഞാനിത് ചെറിയൊരു തണ്ട് കൊണ്ട് വെച്ചതാണ്. ഇപ്പോൾ ഇത് ചട്ടി നിറയെ ഈ ചെടി പടർന്നു വന്നിട്ടുണ്ട്. തണ്ട് മുറിച്ചും നമുക്ക് വേഗത്തിൽ വേര് പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതിൽ നിന്ന് വള്ളികളായി തൂങ്ങിക്കിടക്കുന്ന ഭാഗത്തും വേരുകൾ കാണാം. അവ നട്ട് നമുക്ക് ചെടി വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാം. അധികം വെള്ളം വേണ്ടാത്ത ഒരു ചെടിയാണ് ഇത്. മുകളിലത്തെ മണ്ണ് ഡ്രൈ ആകുന്നതിനനുസരിച്ച് നമ്മളിതിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. വെള്ളം പോട്ടിൽ കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കണം. അധികം വെയിൽ വേണ്ടാത്ത ഒരു ചെടി കൂടിയാണ് ഇത്. ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളുടെ ഭംഗി നഷ്ടപ്പെട്ടു പോകും. ഇതിൻ്റെ പോട്ടി മിക്സായിട്ട് മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരുപാട് വളങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ചെടിക്ക്. ഇടയ്ക്ക് ഞാൻ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്ന ഒരു അലങ്കാര ചെടിയാണ് നമ്മളുടെ എപ്പീസിയ പ്ലാന്റ്.